ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ വലിച്ചെറിയപ്പെട്ടവരായി നാം തീരാറുണ്ട്. ആ വലിച്ചെറിയുന്നവർ അറിയാത്ത ഒരു യാഥാർത്ഥ്യം നാം ഒരു വിത്താണ് എന്നുള്ളതാണ്. ഒരു വിത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഇരുട്ടിലൂടെ കടന്നു പോയാലും മണ്ണതിനെ മൂടിയാലും അതിന് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉറക്കം വരാത്ത രാത്രികൾ നമുക്ക് സമ്മാനിച്ചിട്ടില്ലേ? രാത്രി മുഴുവൻ നിലവിളിച്ച രാത്രിയും പകലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അതിൻ്റെയൊക്കെ മധ്യത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇരുട്ടും നിലവിളിയും ഉറക്കം വരാത്ത രാത്രികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിത്തിനെ ഒരു ചെടിയാക്കുവാൻ വേണ്ടി ആ ഇരുട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനം 137-ന്റെ 8-9 വാക്യങ്ങളിൽ നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ബാബേൽ ആർമി കടന്നു വന്ന് അവരുടെ കുഞ്ഞുങ്ങളെ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ മാർവിൽ നിന്ന് വലിച്ചു വാങ്ങി, അതേ അവർ തറയിലടിച്ചും അതുപോലെ തന്നെ ഭിത്തിയിലടിച്ചും കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ മധ്യത്തിൽ അവർ വളരെയധികം ദൈവത്തോട് നിലവിളിക്കുന്ന ആഴത്തിലുള്ള പ്രാർത്ഥനകളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ദൈവം അവരെ എങ്ങനെ ആശ്വസിപ്പിച്ചു എന്നും കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ അവൻ കഴിവുള്ള കർത്താവാണ്, ഇന്നും ജീവിക്കുന്നുണ്ട്. ഇത് സംബന്ധമായ പൂർണ്ണ വീഡിയോ കാണുവാൻ വേണ്ടി ഇതിൻ്റെ ലിങ്ക് ചുവടെ ചേർത്തിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ.